നമസ്കാരം, മിനീസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്സ് ആണ്. നമ്മൾ മുട്ട പപ്സ്, ചിക്കൻ പപ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വീറ്റ് ബനാന പപ്സ് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ബനാന പപ്സ് നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദ മാവാണ് എടുത്തത്. അത് ഏതാണ്ട് ഒരു 200 ഗ്രാം വരും. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതിനെ കുഴയ്ക്കുക. മാവ് നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിനെ ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുക്കുന്നത്. അതിനെ ഒന്ന് സ്റ്റീം ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. സ്റ്റീം ചെയ്ത് വേവിച്ചെടുത്ത ഏത്തപ്പഴം 4ആയി മുറിച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഈ പച്ച തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിനെ 2ആയി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മാവ് 2ആയി കട്ട് ചെയ്തു. ഇനി നമുക്ക് അല്പം മാവ് ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഈ 2 പീസും നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് പരത്തിയെടുത്ത ഒരു പീസിൽ നമുക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 4 തവണയാണ് ബട്ടർ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇതിനെ 100 ഗ്രാം ബട്ടറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തും 25 ഗ്രാം വെച്ച് ഓരോ തവണ ഇതിലേക്ക് ഞാൻ പരട്ടി കൊടുക്കും. 25 ഗ്രാം ബട്ടർ എടുത്ത് നല്ല പോലെ ഇതിനെ ഒന്ന് പരട്ടി കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്ക് അല്പം മാവ് ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഒരു അറ്റം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് മാവൊന്ന് നമുക്ക് വിതറി കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്യുക. നമുക്ക് എന്നിട്ട് അതിലും കുറച്ച് മാവൊന്ന് തൂക്കി കൊടുക്കാം. ഇനി അടുത്തതായി നമുക്കിതിൻ്റെ 2 വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് വയ്ക്കാം. അതായത് ടോട്ടൽ നമുക്കിത് 4 തവണ ഇതുപോലെ ബട്ടർ പുരട്ടി 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇതിപ്പോൾ ഞാൻ 4 തവണ ബട്ടർ പുരട്ടി 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിനെ നമുക്കൊന്ന് സ്ക്വയറായി കിട്ടാൻ ഈ അറ്റത്തുള്ള ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ച് കളയാം. ഇനി നമുക്കിതിനെ സ്ക്വയറായിട്ട് തന്നെ മുറിച്ചെടുക്കാം. സ്ക്വയറായിട്ട് കഷ്ണം മുറിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക്
ഏത്തപ്പഴം തേങ്ങ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് അല്പം ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മടക്കാം. ഇതുപോലെ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിത് ചെയ്യേണ്ടത് മെൽറ്റഡ് ബട്ടർ ഒന്ന് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളയും തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായി ബേക്ക് ചെയ്യാൻ വെക്കാം. ഓവൻ 5 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഓവനിലല്ലാതെ തന്നെ നമുക്ക് ഗ്യാസിലും ഇത് ചെയ്തെടുക്കാം. ഒരു വീതിയുള്ള ഒരു പാത്രം എടുക്കുക. നമുക്കിനി അതിലേക്ക് ഇതുപോലുള്ളൊരു പാത്രം കമിഴ്ത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതായത് ലോ ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല ക്രിപ്സിയാണ്, ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.